എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കാം. ചോറിന് പറ്റിയൊരു കറിയാണ്. ചോറിന് മാത്രമല്ല കപ്പ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, അത്ര ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഉണക്കക്കൊഞ്ച് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് അതിൻ്റെ മണലെല്ലാം മാറ്റിയെടുത്ത് വെച്ചിരിക്കുന്നത് 1/2 കപ്പ് വേണം. പിന്നെ തക്കാളി 3 എണ്ണം, പച്ചമുളക് 3 എണ്ണം, ചെറിയ ഉള്ളി 1/2 കപ്പ്, നീളത്തിലരിഞ്ഞ മുരിങ്ങയ്ക്ക 5 പീസ്, തേങ്ങ 1/2 കപ്പ്, വെളുത്തുള്ളി 3 അല്ലി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ളത്, പിന്നെ എണ്ണ, കടുക് വറുക്കാൻ ആവശ്യമുള്ള കടുക്, കറിവേപ്പില, ഉണക്കമുളക്, പിന്നെ ഉപ്പ്, വെള്ളം, ഇത്രയാണ് ആവശ്യം. അപ്പോൾ ആദ്യം നമുക്ക് തക്കാളി ഇങ്ങനെ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞ് അതിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നീളത്തിൽ മുറിച്ച് വയ്ക്കാം. തൊലി മാറ്റിക്കഴിഞ്ഞാൽ കറിയിലൊരു ഡിസ്റ്റർബൻസ് ആവില്ല. പിന്നെ അത് ഇനി നമുക്ക് തേങ്ങയൊന്ന് അരച്ച് വയ്ക്കാം. തേങ്ങയും കുറച്ച് ചുവന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഉള്ളി, പിന്നെ കറിവേപ്പില, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെക്കാം. പേസ്റ്റ് ആക്കണ്ട. അപ്പോൾ പിന്നെ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി നമുക്കിതിനകത്തേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് വഴറ്റാം. അപ്പോൾ പെട്ടെന്ന് വഴറ്റി എടുക്കാം. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റും തോറും കറിക്ക് നല്ല ടേസ്റ്റ് കൂടും. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ അത് മുങ്ങി കിടക്കാനുള്ള വെള്ളം മാത്രം മതി, ഒരുപാട് വെള്ളം ആവശ്യമില്ല. എന്നിട്ട് നമുക്കിതൊരു നടച്ച് വെച്ച് വേവിക്കണം. ഇനി ഇതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ നേരത്തെ തേങ്ങയിലിട്ടിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ. അപ്പോൾ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഈ തക്കാളിക്കും മുരിങ്ങയ്ക്കായ്ക്കും കൂടെ വേണ്ടിയിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി ഇതൊരു 10 മിനിറ്റ് ആ മുരിങ്ങക്ക ഒന്ന് വെന്ത് കിട്ടുന്നവരെ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. മുരിങ്ങയ്ക്ക വേഗം കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നത് വരെ മാത്രം തിളപ്പിച്ചാൽ മതി. ഏകദേശം ഒരു 5 മിനിറ്റും കൂടി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ പുളിക്ക് വേണ്ടി. പുളി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം പുളിയും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ. ഈ തക്കാളിക്ക് നല്ല പുളിയുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പുളി ചേർക്കാത്തത്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് ഒന്ന് 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണക്കച്ചെമ്മീൻ കറിയാണിത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, കപ്പയുടെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഒന്ന് കടുക് വറുത്തിട്ട് കൊടുക്കാം. കടുക് വറുത്ത് അതിനുശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വയ്ക്കാം. എല്ലാ ഫ്ലേവറും അതിലിറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളിയും കറിവേപ്പിലയും ചുവന്ന മുളകും ഒക്കെ ഇട്ട് ഒന്ന് കടുക് വറുത്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് കറി ഉണ്ടാക്കുമ്പോഴും നമ്മളിങ്ങനെ ചെയ്താൽ, മഞ്ഞ കളറിലുള്ള കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ കറിക്ക് നല്ലൊരു കളറും കൂടി കിട്ടും. പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ചെയ്താൽ മതി, നല്ല കളർ കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു കറിയാണ്.
നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്